ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൈനില് എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ ഒരിക്കൽ കൂടെ. ഈ പ്രയർ ലൈനിലേക്ക് എന്നെ ക്ഷണിക്കുകയും എനിക്കിങ്ങനെ കർത്താവിന്റെ സാക്ഷിയായി ഈ മീഡിയത്തിലൂടെ അവസരം ഒരുക്കി തരികയും ചെയ്ത ദേവദാസനെയും കുടുംബത്തെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ദേവദാസിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ശ്രമിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവം എന്നിലൂടെ ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്ന വചനവും സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിലും എനിക്കും അനുഗ്രഹമായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുക. കഴിഞ്ഞ 3 ആഴ്ചകളായി 3 പ്രാവശ്യം ആയിട്ട് ഞാൻ എൻ്റെ സാക്ഷ്യം പറയുകയായിരുന്നല്ലോ. അപ്പോൾ ഇന്നും ദേവദാസ് എന്നോട് പറഞ്ഞത് സാക്ഷ്യം പറയണമെന്നാണ്. കാരണം ഞാൻ അന്ന് പറഞ്ഞു സാക്ഷ്യം അവസാനിക്കുന്നില്ല, ആ സാക്ഷ്യം അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ സാക്ഷ്യം തുറന്നുകൊണ്ടേയിരിക്കും. ഓരോ ദിവസവും നമുക്ക് പുത്തൻ അനുഭവങ്ങളാണ്, ദൈവത്തെ വെളിപ്പെടുത്തുവാനുള്ള അവസരങ്ങളാണ്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാനായിട്ട് ഉണ്ട്. അതിനോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ദേവദാസിന് ഇന്നും സാക്ഷ്യം പറയാനാണ് പറഞ്ഞത്. എന്നാൽ ഞാൻ സാക്ഷ്യത്തോടൊപ്പം ഇന്ന് കഴിഞ്ഞ പ്രാവശ്യമെല്ലാം കൂടുതലും സാക്ഷ്യമായിരുന്നു. ഈ പ്രാവശ്യം സാക്ഷ്യത്തോടൊപ്പം കൂടുതൽ വചനവും പറയുവാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടും കൂടെ ചേർന്ന് ദൈവത്തിന്റെ നാമമഹത്വത്തിനായി തീരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഞാൻ സ്നാനപ്പെട്ട ഉടനെ 40 ദിവസത്തെ പൂർണ്ണ ഉപവാസം ഇരിക്കുവാൻ ദൈവം എനിക്ക് പ്രചോദനം നൽകി. സഭയുടെ ശുശ്രൂഷകനും അതിന് എനിക്ക് അനുവാദം നൽകി. അങ്ങനെ 40 ദിവസത്തെ ഉപവാസം ഞാൻ ഒറ്റയ്ക്കല്ല ഇരുന്നത്. ഉപവസിച്ചത് 40 ദിവസവും പൂർണ്ണമായിട്ടും ഞാൻ മാത്രമായിരുന്നു. പക്ഷെ സഭ മൊത്തമായിട്ടും ആ ഉപവാസം ഏറ്റെടുത്തു. സഭയായിട്ടാണ് ആ 40 ദിവസത്തെ ഉപവാസം നടത്തിയത്. ആ ദിവസങ്ങളെല്ലാം ഞങ്ങളുടെ എറണാകുളം ഗോഡ് മാമംഗലം ചോദിച്ച് ഇരിക്കുന്നത് തൊട്ട് ചുറ്റും വീടുകളും സ്ഥാപനങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് ആ നാളുകളിൽ SSLC പരീക്ഷ നടക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് സഭയിൽ വെച്ച് ഒത്തിരി ബഹളത്തിൽ, കാരണം ഉപവാസ പ്രാർത്ഥനയില്ല, ധാരാളം മക്കളും ദേവദാസന്മാരും മറ്റു പുറത്തു നിന്നും ഒക്കെ വരും. അവർ വന്നു കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥനയാകുമ്പോൾ കൂടുതൽ ഉണർവോടെ തീഷ്ണതയോടെ നമ്മൾ ശബ്ദം ഉയർത്തി ആരാധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വീടുകളിലിരുന്ന പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ശല്യമാകുമല്ലോ എന്നോർത്തിട്ട് എന്ന് ചിന്തിച്ചിട്ട് സഭയിലെ പാസ് പറഞ്ഞ് നമുക്ക് എന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന എൻ്റെ കസിൻ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ വെച്ച് നമുക്ക് നടത്താം. അത് വെണ്ണിലയിലായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ വെണ്ണിലയില് ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു വീടിന് കുറച്ച് അകലമുണ്ട്. ഇന്നൊന്നും അങ്ങനെ ആയിരിക്കില്ല. അതുപോലെ തിങ്ങി പാർക്കുന്ന ഇടമായിട്ട് മാറിയല്ലോ കൊച്ചി. അത് പണ്ടും തിങ്ങി പാർക്കുന്ന ഇടം തന്നെയാണ്. പക്ഷെ എന്നാൽ അതിനേക്കാളേറെ ഇപ്പൊ 1 ഇഞ്ച് സ്ഥലത്തിനും പൊന്നു വിലയാണല്ലോ. സ്ഥലം കിട്ടാൻ പോലും ഇല്ലല്ലോ. അപ്പൊ എന്നാലും അന്ന് അവർ താമസിച്ചിരുന്ന വീടിന്റെ തൊട്ടടുത്ത് അധികം വീടുകളില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ വെച്ച് പ്രാർത്ഥന നടത്തിയാൽ എത്ര ശബ്ദത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാലും മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകുകയില്ല എന്നുള്ളത് കൊണ്ട് ആദ്യത്തെ 30 ദിവസം ആ ഭവനത്തിൽ വെച്ചായിരുന്നു ഉപവാസ പ്രാർത്ഥന നടന്നത്. അപ്പോഴത്തേക്കും പരീക്ഷ കഴിഞ്ഞു. എന്നിട്ട് അവസാനത്തെ 10 ദിവസം ഞങ്ങളുടെ ചേർച്ചിലേക്ക് മാമംഗലം ചേച്ചക്കോടിന്റെ ചേർച്ച് ഹാളിലേക്ക് ഈ ആരാധന ഈ പ്രയർ മാറ്റുകയും ചെയ്തു. രാവിലെയും വൈകുന്നേരവും മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഈ 40 ദിവസവും
ഇപ്പൊ ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ധാരാളം ദൈവദാസന്മാർ, പ്രവാചകന്മാരും ക്ഷണിച്ചവരുണ്ട്, ക്ഷണിക്കാതെ വന്നവരുണ്ട്, ശുശ്രൂഷകന്മാരും ശുശ്രൂഷക്കാരത്തികളും ഒക്കെ. അവരൊക്കെ വന്ന് പ്രവചിച്ച പല കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് മോശയെ പോലെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണെന്നും പൗലോസിനെ പോലെ കണ്ടിരിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞു. അതെല്ലാം ഞാൻ ഏറ്റെടുത്തു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്, യോഹന്നാൻ സ്നാപകനെ പോലെ, അതായത് കർത്താവിന്റെ ഒന്നാമത്തെ വരവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകനെ പോലെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വഴിയൊരുക്കുവാനായിട്ടാണ് എന്നെ ദൈവം വിളിച്ചിരിക്കുന്നുവെന്ന് വ്യക്തമായി ശക്തമായി എന്റെ ഹൃദയത്തിൽ, ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേട്ടില്ല, എന്റെ ഹൃദയത്തിൽ ദൈവം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, സ്നാനപ്പെട്ട അന്ന് തന്നെ സുവിശേഷം പ്രസംഗിക്കാൻ, ഒരു കൺവെൻഷന് പ്രസംഗിക്കാൻ ദൈവം എനിക്ക് അവസരമൊരുക്കി. ബഹുമാനപ്പെട്ട കാനമച്ചനായിരുന്നു അന്ന് പ്രസംഗിക്കേണ്ടിയിരുന്നത്. അദ്ദേഹം വരുമെന്ന് പ്രതീക്ഷിച്ച് വരുന്നത് വരെ എനിക്ക് സമയം തന്നതാണ്. പക്ഷെ അത് അത് കാനമച്ചൻ വന്നുമില്ല. ആ കൺവെൻഷന്റെ മെയിൻ പ്രസംഗകൻ ഞാനായിട്ട് തീർന്നു. കർത്താവ് അങ്ങനെ ഉപയോഗിച്ചു. അന്ന് 3 പേരാണെന്ന് തോന്നുന്നത്, എപ്പോഴും കൺഫ്യൂഷൻ, 3 പേര് അന്ന് സമർപ്പിക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ആദ്യത്തെ 3 പേര്. അപ്പൊ ആദ്യത്തെ ദിവസം, സ്നാനപ്പെട്ടതിന്റെ ആദ്യത്തെ ദിവസം തന്നെ ദൈവം 3 ആത്മാക്കള് നൽകിക്കൊണ്ട് ദൈവത്തിന്റെ ശുശ്രൂഷ, കർത്താവ് എന്നെ വിളിച്ച് ആക്കിയ ശുശ്രൂഷയെ മുദ്രയിട്ടു എന്ന് ഞാൻ വിശ്വസിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എന്റെ ഉള്ളില് ദൈവം തന്നിട്ടുള്ള ചിന്ത, എന്റെ ശുശ്രൂഷ യോഹന്നാൻ സ്നാപകനെ പോലെ വഴിയൊരുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും സാക്ഷ്യത്തിൽ പറഞ്ഞു, പക്ഷെ എന്നെ അതുപോലെ ആളുകൾ സാക്ഷ്യം പറയുന്നതിന് വേണ്ടി പല കൺവെൻഷൻ സ്റ്റേജുകളിൽ, അനേക കൺവെൻഷൻ സ്റ്റേജുകളിൽ എല്ലാ പെന്തക്കോസ്ത് വിഭാഗങ്ങളുടെയും അതുപോലെ സ്വതന്ത്ര സഭകളുടെയും ഒക്കെ കൺവെൻഷൻ സ്റ്റേജുകളിലേക്ക് എനിക്ക് അവസരങ്ങൾ ലഭിച്ചു. ബ്രദറൻ ചേർച്ചിൽ പോലും പോയി എന്റെ സാക്ഷ്യം പറയുവാൻ എനിക്ക് അവസരം ലഭിച്ചു. അതുപോലെ തന്നെ TPM ചേർച്ചില്, അതും കൊട്ടാരക്കരയുള്ള TPM ചേർച്ചില് അവിടുത്തെ സൺഡേയിലെ വർഷിപ്പിൽ പോലും എനിക്ക് സാക്ഷ്യം പറയുവാൻ അദ്ദേഹം അവസരമൊരുക്കി. അങ്ങനെ ഞാൻ സാക്ഷിയും പറഞ്ഞും പ്രസംഗിച്ചും ഒക്കെ നടക്കുമ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ആദ്യത്തെ കർത്താവിന് സാക്ഷീകരിച്ചതിന്റെ പേരിലുള്ള പീഡനം അനുഭവിക്കേണ്ടി വന്നത്. വലിയ പീഡനമൊന്നും പറയാനില്ല, അങ്ങനെ വലിയ രക്തസാക്ഷിത്വമുള്ള അങ്ങനെയുള്ള ഒരു പീഡനമല്ല. എന്നാലും ഒരു കേസ്, എന്താണ് ഈ സുവിശേഷത്തിന്റെ പേരിൽ നമുക്ക് ഫിസിക്കലായിട്ട് പോലും ശാരീരികമായിട്ട് പോലും ക്ലേശം അനുഭവിക്കേണ്ടി വന്നതിന്റെ ഒരു ചെറിയ കേസ് കർത്താവ് എനിക്ക് തരുവാനിടയായി. അത് ദൂരെ എങ്ങും വെച്ചല്ല, എന്റെ സ്വന്തം നാട്ടിൽ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ ഞാൻ ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന്, അതായത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു 22 കിലോമീറ്റർ പിന്നെയും തെക്കോട്ട് സഞ്ചരിച്ച് തമിഴ്നാടിനോടുള്ള അടുത്ത് പോകുന്ന ഇടയിൽ, അവിടെയാണ് എൻ്റെ ഭവനം. പക്ഷെ അവിടെ അല്ല, ഇത് എൻ്റെ നാട്ടിൽ ഞാൻ പറഞ്ഞത് തിരുവനന്തപുരത്ത് തന്നെ അമ്പൂരി എന്ന് പറഞ്ഞ സ്ഥലം. അമ്പൂരി എന്ന് പറഞ്ഞ സ്ഥലം അല്പം ഉൾപ്രദേശവും മലമ്പ്രദേശവുമാണ്. അവിടെ ഇപ്പം മലബാറിലേക്ക് മധ്യ തിരുവിതാംകൂറിൽ നിന്നും മറ്റും ദൈവമക്കൾ പോയി, അല്ലെങ്കിൽ പിതാക്കന്മാരൊക്കെ പോയി അവിടെ കാട് വെട്ടിത്തെളിച്ച് അവിടെ കൃഷി ചെയ്ത് കാട് നാടാക്കി മാറ്റിയതുപോലെ തിരുവനന്തപുരം ഭാഗത്ത് അമ്പൂരി എന്ന് പറയുന്ന ആ സ്ഥലം, നാടുകാടിയോ അമ്പൂരി, അതിലേക്കുള്ള ആ സ്ഥലമൊക്കെ പിന്നെയും ഈ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് തന്നെ വന്ന അച്ചായന്മാരാണ് അവിടെയും വന്ന് സ്ഥലമൊക്കെ വെട്ടി കിളച്ച് തീർത്ത് അവിടെയൊക്കെ റബ്ബറൊക്കെ വെച്ച് പിടിപ്പിച്ച് അങ്ങനെ വലിയ ഇതായിട്ട് മാറിയത്.
അപ്പൊ ആ സ്ഥലത്ത് അവിടെ കത്തോലിക്കരാ, കൂടുതലും കത്തോലിക്കരാ. പാലായിൽ നിന്നും മറ്റുമൊക്കെയുള്ള കത്തോലിക്കരാണെന്നാലും കൂടുതലും മലബാറിലേക്കും പോയത്. അതുപോലെ ഇവിടെയും പാലായിൽ നിന്ന് വന്നവർ തന്നെ ആണ് ഈ ഭാഗത്തും, ഈ അമ്പൂരി ഭാഗത്തും വന്ന് താമസിക്കുന്ന കത്തോലിക്കര്. അപ്പൊ അവിടെ ഒരു കൺവെൻഷൻ നടത്താൻ അറ്റ് എനി കോസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, എനിക്കത് കുറിച്ചൊന്നും അറിയില്ല. ആ പേര് കേട്ടപ്പോൾ എനിക്ക് ഒരു സന്തോഷം തോന്നി. അറ്റ് എനിക്കോ അതായത് എന്ത് വില കൊടുത്തും, ആണല്ലോ അതിന്റെ അർത്ഥം. എന്ത് വില കൊടുത്തും കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കും, സുവിശേഷ വേല ചെയ്യും എന്നുള്ള ഒരു തീരുമാനത്തിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണത്. അത് അതിന് ചുമതലക്കാരായിട്ട് മാറിയത് ഗൾഫ് രാജ്യങ്ങളില്, സൗദി അറേബ്യയിലും വെച്ചും വെച്ച് സുവിശേഷത്തിന്റെ പേരിൽ ജയിലിലടയ്ക്കപ്പെട്ട, പീഡനം അനുഭവിച്ച ചില ദേവദാസന്മാർ കൂടി ആരംഭിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു അത്. അതിന്റെ അവര് ഇങ്ങനെ കത്തോലിക്ക സഭയിലെ ഒരു അച്ഛൻ, ഒരു അച്ഛൻ ഇങ്ങനെ വിശ്വാസസ്നാനം സ്വീകരിച്ച് വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു എന്ന് കേട്ടിട്ട്, ഞാൻ സാക്ഷിയൊക്കെ പറഞ്ഞ് നടക്കുന്നത് കേട്ടിട്ട് അവര് എന്നെ ഈ കൺവെൻഷനായിട്ട് ക്ഷണിച്ചു പ്രസംഗിക്കാൻ. എന്നോട് പറഞ്ഞത്, ഞങ്ങളുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു ബൈബിൾ സ്കൂൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഇനോഗ്രേഷൻ അച്ഛൻ നടത്തണം. ആദ്യം അത് ഈ സ്റ്റേജിൽ വെച്ച് നടത്തണം. തുടർന്ന് അച്ഛന്റെ സാക്ഷ്യവും വചനവും പ്രസംഗിക്കണം. ഇതായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത്. പാസ്റ്റർ സോളമൻ അദ്ദേഹമാണ് എന്നെ ക്ഷണിച്ചതും. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അപ്പോൾ അവിടെ ഞാൻ അതിന് മുമ്പ് അവിടെ പോയിട്ടുണ്ട്. ആ സ്ഥലത്ത് ഒരു കത്തോലിക്ക പുരോഹിതനായിരിക്കെ തന്നെ ഞാൻ എറണാകുളത്തുള്ള കാർമൽ യൂത്ത് സെന്ററിന്റെ ഡയറക്ടറായിരുന്നു. ഞങ്ങളുടെ സന്യാസാശ്രമവുമായി ബന്ധപ്പെട്ട യുവജന പ്രസ്ഥാനമാണ്. യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമായിരുന്നു കാർമൽ യൂത്ത് സെന്റർ. അതിന്റെ ഡയറക്ടറായിരുന്നു. അവർക്ക് ഒരു പ്രൊഫഷണൽ ബിബ്ലിക്കൽ ഡ്രാമ ട്രൂപ്പ് ഉണ്ടായിരുന്നു. ഈ പണ്ട് അസീസിയുടെയൊക്കെ നാടകം, ബൈബിൾ നാടകങ്ങളും മറ്റുമൊക്കെ ഉള്ളതുപോലെ ഇത് അതുപോലെ തന്നെ വേറെ പല ബൈബിൾ നാടകങ്ങളും ഇതിനൊക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. അപ്പോൾ പള്ളി പെരുന്നാളുകളുടെയും മറ്റു സമയത്ത് ഈ നാടക ഗ്രൂപ്പുകൾ ചെന്ന് അവിടെ ഈ കർത്താവിന്റെ അല്ലെങ്കിൽ സുവിശേഷ ബൈബിൾപരമായ ടീമുകൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള നാടകങ്ങൾ അവതരിപ്പിക്കുന്ന നാടകവേദികളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഈ കാർമൽ യൂത്ത് സെന്ററിനും എറണാകുളം കാർമൽ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു നാടകവേദി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കാർമൽ യൂത്ത് സെന്ററിന്റെ ഡയറക്ടർ ആയിരുന്നതുകൊണ്ട് അതിന്റെ ഈ കാർമൽ യൂത്ത് സെന്ററിന്റെ എറണാകുളം കാർമൽ തിയേറ്റേഴ്സിന്റെയും ഡയറക്ടർ ആയിരുന്നു. അങ്ങനെ ഈ യുവജനങ്ങളൊക്കെയാണല്ലോ, യുവതികളും യുവാക്കന്മാരും ഒക്കെയുള്ള ആൾക്കാരാണല്ലോ ഈ നാടകം അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് അവരുടെ കൂടെ ഞാനും പോകുമായിരുന്നു. അതിന്റെ അച്ചടക്കത്തിനും ബാക്കി കാര്യങ്ങൾ ക്രമീകരിക്കാനും എല്ലാം. പള്ളിയിൽ നിന്ന് ആശ്രമത്തിൽ നിന്ന് നടത്തുന്ന ഒന്നായതുകൊണ്ട് അതിൻ്റെതായ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകണം. മോശമായ ഒരു പേര് കേൾപ്പിക്കാനിടയാകരുത് എന്നുള്ളത് കൊണ്ട് അതിന്റെ ഡയറക്ടർ എന്ന നിലയിൽ ഞാനും എപ്പോഴും കൂടെ പോകുമായിരുന്നു. മാത്രമല്ല ആ നാടകത്തിന്റെ അതിന്റെ ഡയറക്ഷനും സഹായിക്കാൻ ഒരു സിനിമാ സംവിധായകനാണ് എനിക്കുണ്ടായിരുന്നു. JC എന്ന് പറയുന്ന ഒരു സിനിമാ സംവിധായകൻ. അതിപ്പോ മരിച്ചുപോയി. അപ്പൊ എന്നാൽ ബാക്കി ഡയറക്ഷനും കാര്യങ്ങളും ഒക്കെ നടത്തുവാനായിട്ട് ഞാൻ എപ്പോഴും കൂടെ പോകുമായിരുന്നു. അന്ന് ഇതുപോലെ ഈ നാടകം അവതരിപ്പിക്കാൻ സെയിന്റ് പോൾ എന്ന് പറയുന്ന നാടകമാണെന്ന് തോന്നുന്നു. ആ നാടകം അവതരിപ്പിക്കാൻ ഈ അമ്പൂരിയിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ ഈ പള്ളിയിൽ പോയിട്ടുണ്ട്. പള്ളിയിലെ അച്ഛന് എനിക്കറിയാം. അവിടെ നാടകം അവതരിപ്പിക്കാൻ പോകുമ്പോൾ ഞാൻ അച്ഛനായതുകൊണ്ട് ഞാൻ ആദ്യം അച്ഛന്മാരെയാ കാണുക, എന്നിട്ട് അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ എനിക്ക് അവിടെ പരിചയമുള്ള സ്ഥലമാണ്. അപ്പൊ ആ പള്ളി ഒരു കുന്നിന്റെ മുകളിലായിരിക്കുന്നത്. അതിന്റെ താഴെ അവിടെ ബസ് സ്റ്റാൻഡും കടകളും എല്ലാം. അവിടെ ഒരു മൈതാനം ഉണ്ടായിരുന്നു. ആ മൈതാനത്തിൽ വെച്ചാണ് ഈ കൺവെൻഷൻ അറേഞ്ച് ചെയ്തിരുന്നത്.
അവിടെ സ്റ്റേജിട്ട് അവിടെ കൺവെൻഷൻ അറേഞ്ച് ചെയ്തിരുന്നു. എന്നാൽ ഇതിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ അപ്പുറത്ത് കുറെ യുവാക്കന്മാര് നിന്ന് വോളിബോൾ കളിക്കുന്നത് ഞാൻ കണ്ടു. അത് കണ്ടിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയി ഞങ്ങളുടെ സ്ഥലത്ത് ചെന്ന് പിന്നെ ഈ കൺവെൻഷൻ ആദ്യം അതിന്റെ ഇനാഗുറേഷൻ നടത്തി. ബൈബിൾ സ്കൂളിന്റെ ഇനാഗുറേഷൻ കഴിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ സാക്ഷ്യം പറയാൻ തുടങ്ങി. സാക്ഷ്യം പറഞ്ഞു വരുന്ന കൂട്ടത്തില് ഞാൻ നമ്മുടെ ഇടയിൽ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ പറയാത്ത ഒരു കാര്യം അവിടെ എനിക്ക് പറയേണ്ടി വന്നു. അതായത് കത്തോലിക്ക പള്ളിയാണ് എൻ്റെ മുമ്പിലുള്ളത്, ആ കുന്നിന്റെ മുകളിൽ എൻ്റെ തൊട്ട് മുമ്പിൽ പിന്നെ പള്ളിയാണ്. അവിടെ ഉള്ളവർക്ക് മിക്കവാറും എൻ്റെ വീട്ടിൽ തന്നെ കത്തോലിക്കരാണ്. വിശ്വാസികളായിട്ട് ആരും തന്നെ ഇല്ല. എല്ലാം കൂടെ ഒരു 10-15 പേരുണ്ടാകും. അത് ഈ സിറ്റിയിൽ നിന്ന് ആരും ഈ ദേവാസന്മാർ കൊണ്ടുവന്നവരാണ്. അല്ല, 5-6 സഹോദരിമാരും കുറെ സഹോദരന്മാരും 8-10-15 സഹോദരന്മാർ ചിലപ്പോൾ ഉണ്ടാവും. അവരെല്ലാം കൊണ്ട് ദേവാസന്മാരൊക്കെയാണ്, അവർ പ്രവർത്തകരാണ്, ഈ അച്ചടിക്കോസിന്റെ പ്രവർത്തകര്. അത്രയും തിരക്കിയേ ഉള്ളൂ. പിന്നെ ആളുകൾ ഇങ്ങനെ ജംഗ്ഷനാണല്ലോ, ഇത് പരസ്യയോഗം പോലെ. കാരണം അതുകൊണ്ടാണ് അവരവിടെ വെച്ചത്. പിന്നെ ബാക്കിയുള്ളതെല്ലാം കടകളിലും പിന്നെ ബസ് സ്റ്റാൻഡിലും ഒക്കെ ആയിട്ട് നിന്ന് കേൾക്കാനുള്ള ആൾക്കാർ. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്ന കൂട്ടത്തില് ഞാൻ പറഞ്ഞു, എനിക്ക് വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ എന്താണ് നേട്ടം ഉണ്ടായത്, അല്ലെങ്കിൽ എന്താണ് ഒരു മാറ്റം എനിക്ക് തോന്നുന്നത് എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ, അത് അപ്പോഴും ഇപ്പോഴും ചോദിച്ചാൽ ഞാൻ പറയുന്നത് എൻ്റെ രക്ഷയുടെ ഒരു ഉറപ്പ്. ഇതാണ് എനിക്ക് കിട്ടിയ വലിയൊരു ഗിഫ്റ്റ്. ഞാൻ ദൈവകൃപയാൽ എന്നെ രക്ഷിച്ചു. ആ രക്ഷയിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഉറപ്പ് കിട്ടി. മാത്രമല്ല, ഞാൻ ഇപ്പൊ മരിച്ചാൽ ഞാൻ നേരെ സ്വർഗത്തിൽ കർത്താവിന്റെ അടുത്ത്, ഞാൻ നേരെ കർത്താവിന്റെ അടുത്ത് കർത്താവിനോട് കൂടെ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ് എനിക്ക് ലഭിച്ചതാണ് എനിക്ക് ഏറ്റവും വലിയ നേട്ടം. ഈ വിശ്വാസത്തിലേക്ക് കത്തോലിക്ക സഭ വിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്ഥാനങ്ങളും പദവികളും മറ്റെല്ലാ ആഡംബരങ്ങളും ഒക്കെ വിട്ടിട്ട് ഇവിടെ വന്നിട്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ നേട്ടം ഈ ഉറപ്പാണ്. നിത്യതയെ കുറിച്ചുള്ള ഈ ഉറപ്പാണ് എനിക്ക് കിട്ടിയത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്നാൽ കത്തോലിക്ക സഭയിലായിരിക്കുമ്പോൾ എനിക്ക് ഉറപ്പില്ലായിരുന്നു. അതിന്റെ വ്യത്യാസം ഞാൻ അവിടെ വിവരിക്കാൻ തുടങ്ങിയതാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഉദാഹരണത്തിന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് ഒരു ദോഷവും ചെയ്യാതെ, ഒരു തെറ്റും ചെയ്യാതെ, അല്ലെങ്കിൽ ചെയ്ത തെറ്റുകൾക്കെല്ലാം പൂർണ്ണമായ മോചനം ലഭിച്ചിട്ട് ആണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അയാൾ നേരെ സ്വർഗത്തിലേക്ക് പോകും. അപ്പൊ അയാൾക്ക് വേണ്ടി പിന്നെ കുർബാന ചൊല്ലുകയോ മറ്റൊരു കാര്യം പ്രാർത്ഥനകൾ നടത്തുകയോ കത്തോലിക്ക സഭ ചെയ്യുന്നത് പോലെ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യം ഉദിക്കുന്നില്ല. ഇത് കത്തോലിക്ക തിയോളജിയാണ് കത്തോലിക്ക സഭയിൽ. എന്നാൽ പാപത്തിലാണ്, പ്രത്യേകിച്ച് ചാവുദോഷത്തിലാണ് മരിച്ചത്, അവർ നേരെ നരകത്തിലേക്കും പോകും. അവിടെ പിന്നെ വേറൊരു മാർഗമില്ല. അവർ ചാവുദോഷം, മരണകരമായ പാപം, അങ്ങനെയുള്ള പാപത്തിൽ മരിച്ചാൽ ആ പാപം ഏതാണെന്നുള്ള ലിസ്റ്റൊക്കെ ഉണ്ട് ഇതിന്റെ ചാവുദോഷത്തിലേക്ക്. പിന്നെ കൊല ചെയ്യുക, വ്യഭിചരിക്കുക, പിന്നെ മറ്റുള്ളവരുടെ എന്തെങ്കിലും പിടിച്ചു പറിക്കുക, അങ്ങനെയുള്ള പിന്നെ ഞായറാഴ്ച പള്ളിയിൽ പോകാതിരിക്കുക, ആണ്ടുകൊണ്ടുസാരം കഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു 7 കൂട്ടം കാര്യങ്ങൾ അതിന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ചാവുദോഷമാണ്. അപ്പൊ അങ്ങനെ ചാവുദോഷം മരണകരമായ പാവം ചെയ്തിട്ടുള്ളവരെ മരിച്ചാൽ, പാവമോചനം നേടാതെ മരിച്ചാൽ അവർ നേരെ നരകത്തിൽ പോകും. അവർക്ക് വേണ്ടിയും കുർബാനയോ മറ്റു ഓഫീസുകളോ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ പിന്നെ ഇതൊന്നും ചൊല്ലിയിട്ട് ഒരു കാര്യവുമില്ല എന്ന് കത്തോലിക്ക സഭയുടെ തിയോളജി പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കത്തോലിക്ക സഭയുടെ ഒരു ട്വിസ്റ്റ് വരുന്നത്, അതായത് ഇപ്പോ എല്ലാവരും നീതിമാന്മാരാണോ, എല്ലാവരും പാവക്കറതിക്കുന്നു അങ്ങനെ പരിശുദ്ധരായിട്ടാണോ ജീവിച്ചിട്ട് അങ്ങനെ മരിക്കേണ്ടി വരിക? ചിലർ പെട്ടെന്ന് മരിക്കുന്നു. അവർക്ക് ഈ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് പോലെ പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് അങ്ങനെ ഒരുങ്ങി പൂർണ്ണമായ പാപമോചനം ലഭിച്ചിട്ട് മരിക്കാനൊക്കെയുള്ള സന്ദർഭം കിട്ടാറില്ല. അപ്പൊ അവര് മരിച്ചാൽ അവരെവിടെ പോകും? ഒരു ചെറിയ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, ഒരു കള്ളം പറഞ്ഞാൽ
അല്ലെങ്കിൽ ഒരു അസൂയയായി മറ്റുള്ളവരുടെ നന്മയിൽ അസൂയപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഈ വലിയ കൊലപാതകമോ വിചാരമുള്ള പോലത്തെ വലിയ പാപമൊന്നും ആയിരിക്കില്ല എന്ന് ഒക്കെ ഉള്ള അങ്ങനെ. അപ്പൊ അങ്ങനെ നിസ്സാര പാപം ചെയ്തവരെ ഈ സ്വർഗത്തിലേക്ക് കടത്താൻ പറ്റില്ല. കാരണം സ്വർഗത്തിൽ ഒരു പാവക്കറയും ഉള്ളവർ സ്വർഗത്തിൽ കിടക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ളവരെ പിന്നെ നരകത്തിലേക്ക് വിടാനും നീതിമാനായ ദൈവം അത് ചെയ്യുകയില്ല. കാരണം ഈ വലിയ ഈ പാവത്തിൽ മുഴുകി ജീവിച്ച മനുഷ്യര് ജീവിതകാലം മുഴുവൻ അങ്ങനെ, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ വലിയ പാവത്തിൽ ജീവിച്ചിട്ട് അവർ മരിച്ച അവരെ നരകത്തിൽ വിടുക, അതേ ശിക്ഷ ഈ ചെറിയ പാവം ചെയ്യുന്നവർക്ക് എങ്ങനെ കൊടുക്കുക? നീതിമാനായ ദൈവം അങ്ങനെ ചെയ്യുമോ? അത് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പാവങ്ങൾ ചെയ്തിട്ടുള്ളൂ. വീനിയൽസ് എന്നാണ് തന്നെ പറയുന്നത്. വീനിയൽ, സ്മോൾ, ഒരു ചെറിയ ആ പാപം ചെയ്ത്, മറ്റേ മോർട്ടൽ മരണകരമായത്. ഇത് വീനിയൽസ്. അപ്പൊ ഈ വീനിയൽസിൽ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവര് നരകത്തിലും വിടുന്നില്ല, സ്വർഗത്തിലും കയറ്റുന്നില്ല. അപ്പൊ ഇവർക്ക് പിന്നെ ഇവരെ എവിടേക്കാണ് ശുദ്ധീകരിച്ചെടുക്കേണ്ടത്? അങ്ങനെയുള്ളവർക്ക് വേണ്ടി കണ്ടുപിടിച്ച, ബൈബിളിൽ ഇല്ല എന്നാലും കത്തോലിക്ക സഭ കണ്ടുപിടിച്ച ഒരു തിയോളജിക്കൽ, ഒരു ലോജിക്കൽ ഒരു കൺക്ലൂഷനാണ്, ഒരു നിഗമനമാണ് പിന്നെ പർഗട്ടറി, ശുദ്ധീകരണ സ്ഥലം. ഈ ദിസ്പുർഖാന എന്നുള്ള വാക്ക് ഞാൻ ഈ പെന്തിക്കോസ്ത് വന്നിട്ടാണ് കേൾക്കുന്നത്. ഞങ്ങളുടെ ടീച്ചിങ്ങിൽ അത് സ്ത്രീക്ക് വാക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ലാറ്റിൻ പഠിച്ചത് കൊണ്ട്, സ്ത്രീക്ക് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ലാറ്റിൻ പഠിച്ചത് കൊണ്ട് അവിടെ ഈ വാക്ക് ഈ ദിസ്പുർഖാന എന്നുള്ള വാക്ക് കേട്ടിട്ടേ ഇല്ലായിരുന്നു. പെന്തിക്കോസ്ത് വന്നപ്പോഴും അത് കേൾക്കുന്നത്. എന്തായാലും ഈ പെർഗട്ടറി, അതാണ് ഇംഗ്ലീഷ് പദം, പെർഗട്ടറി, ശുദ്ധീകരണ സ്ഥലം, ശുദ്ധീകരിച്ചു. അപ്പൊ ഈ മരിച്ച സ്വർഗത്തിലോ നരകത്തിലോ പോകാതെ ഉള്ള ഒരു ഇടവേള, ഒരു എക്സിറ്റ്, ഒരു ട്രാൻസിറ്റ്. നമ്മളിപ്പോ പിന്നെ കൊച്ചി വിമാനത്താവളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് അല്ലെങ്കിൽ ഇവിടെ ഡാളസിലേക്ക് വരാനായിട്ട് പ്ലെയിൻ കയറിയിട്ട് നമ്മൾ ഏത് പിന്നെ എയർലൈനാണോ വരുന്നത്, അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആകുന്ന സ്ഥലത്ത് നമ്മൾ പോയി ലാൻഡ് ചെയ്യുമല്ലോ ആദ്യം. എന്നിട്ടാണെങ്കിലും പിന്നെ അവിടെ നിന്ന് പിന്നെ വേറെ പ്ലെയിനിൽ നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അതുപോലെ ഒരു എക്സിറ്റ് പോയിന്റ്, ഒരു ട്രാൻസിറ്റ് പോയിന്റ് ആയിട്ട് ഉള്ള സ്ഥലമാണ് ഈ ശുദ്ധീകരണ സ്ഥലമായിട്ട് കത്തോലിക്ക സഭ പിടിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളിടത്ത് അപ്പൊ അവർക്ക് വേണ്ടി അതിനു വേണ്ടിയാണ് അവരവിടെ കിടന്ന് അവിടെ തീയ, ആ തീയിൽ കിടന്ന് പക്ഷെ ഇങ്ങനെ വെന്ത് ഉരുകുന്ന അവർക്ക് ആശ്വാസമായി തീരുന്നതിന് വേണ്ടിയുള്ള ആണ് വിശ്വാസികൾ പ്രാർത്ഥനകൾ ചെയ്യുന്നത്, അച്ഛന്മാരെ കൊണ്ട് കുർബാന ചൊല്ലിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കുഴിമാടത്തിലും മറ്റും ചെന്ന് പിന്നെ പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള അത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചടങ്ങുകളുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ ചെയ്തിട്ട് ഈ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നവരെയൊക്കെ അവരുടെ ഓരോരുത്തരും അവരുടെ ബന്ധുപ്രസാദികൾക്ക് വേണ്ടി ആയിരിക്കും ആദ്യം അതൊക്കെ ചെയ്യുക. പിന്നെ അല്ലാതെയുള്ളവർക്കും പിന്നെ അല്ലാതെ ആരും പോലും ഇല്ലാത്ത പിന്നെ ഇങ്ങനെ ഉള്ള ആളുകൾ ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവർക്ക് വേണ്ടിയും പിന്നെ ഉദാരമനസ്കരായ ആൾക്കാരെ പണമൊക്കെ കൊടുത്ത് അച്ഛന്മാരെ കൊണ്ട് കുർബാനയും മറ്റൊക്കെ ചെല്ലിച്ച് അങ്ങനെ ഇവരുടെ കാലഘട്ടം, അതായത് ഇവരുടെ പാപത്തിന്റെ തോതനുസരിച്ച് ഇവിടെ ആ ശുദ്ധീകരണ സ്ഥലത്തിൽ ഇവർ കിടക്കും. പക്ഷെ അവിടെ നിന്ന് ശുദ്ധീകരിച്ച് ഈ പ്രാർത്ഥനയിലെല്ലാം ഈ പ്രാർത്ഥനയും പ്രായശ്ചിത്തവും അല്ലെങ്കിൽ ഈ ദാനധർമ്മങ്ങളും ഒക്കെ കൊണ്ട് ഇവർക്ക് അതനുസരിച്ച് മോചനം കൊടുത്ത് അത് കംപ്ലീറ്റ് ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ അവർ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഇതാണ് കത്തോലിക്ക സഭയുടെ ടീച്ചിങ്. ഇത് ബിബ്ലിക്കലല്ല, ഞാൻ എൻഡോഴ്സ് ചെയ്യുന്നില്ല. ഞാനത് കത്തോലിക്ക സഭയുടെ ആ വിശ്വാസമാണ് പഠിപ്പിക്കുന്നതെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഇതാണ് ഇതിന്റെ പിന്നെ പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയുന്ന സമയത്ത് അമ്പൂരിയിൽ വെച്ച് ഞാൻ വിളിച്ചു പറഞ്ഞു, എനിക്കിന്ന് ലഭിച്ചിരിക്കുന്ന ഈ ഉറപ്പ്, നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പ് എനിക്ക് കത്തോലിക്ക സഭയിൽ ഇല്ലായിരുന്നു. കത്തോലിക്ക സഭയിൽ വെച്ച പുരോഹിതരായ ഞങ്ങൾ മിക്കവാറും എല്ലാവരും തന്നെ വിശ്വസിക്കുന്നത് നമ്മളാരും നേരിട്ട് സ്വർഗത്തിൽ പോകില്ല, ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോകും. കാരണം എല്ലാവർക്കും കുറച്ച് ചെറുതും വലുതുമായ പാവങ്ങളൊക്കെ ഉണ്ട്. വലുതെന്ന് പറഞ്ഞാൽ ചവദോഷമല്ല, അല്ലാത്ത പാവങ്ങളൊക്കെ, പാവമില്ലാത്ത ആരാവട്ടെ. അതുകൊണ്ട് പിന്നെ നേരിട്ട് സ്വർഗത്തിൽ പോകുന്ന വളരെ കുറവായിരിക്കും.
അങ്ങനെ നേരിട്ട് സ്വർഗത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് തീർത്തും ഉറപ്പുള്ളവരെയാണ് വിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിക്കുന്നത് കത്തോലിക്ക സഭ. പക്ഷെ അല്ല, ഇപ്പൊ എല്ലാവരും വിശുദ്ധന്മാരല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കുർബാനയും മറ്റും അച്ഛന്മാർ മരിച്ചാലും കുർബാനയും മറ്റും അർപ്പിക്കുന്നത്. അപ്പോഴും ഞാൻ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, മാർപ്പാപ്പ ഹോളി ഫാദർ എന്നാണ് വിളിക്കുന്നത്, പരിശുദ്ധ പിതാവ്. അപ്പൊ ഹോളി ഫാദർ, ഹോളി വിശുദ്ധനായ, പരിശുദ്ധ പിതാവ് എന്നല്ലേ പറയുന്നത്. അപ്പൊ പരിശുദ്ധനായ പിതാവെന്ന് വിളിക്കുന്ന മാർപ്പാപ്പ മരിച്ചാൽ മാർപ്പാപ്പ നേരെ സ്വർഗത്തിൽ പോയെന്ന് ഒരു മാർപ്പാപ്പയെ കുറിച്ചും കത്തോലിക്ക സഭയ്ക്ക് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ടാണ് മാർപ്പാപ്പ മരിച്ചാൽ പോലും ലോകത്തിലെമ്പാടുമുള്ള കത്തോലിക്ക ദേവാലയങ്ങളിൽ മണി മുഴങ്ങും. ഈ മണി മുഴങ്ങുന്നത് പ്രത്യേക നിലയിലാണ്. ഇപ്പൊ സാധാരണ ആളുകൾ മരിച്ചാല് പള്ളിയിലെ മണി മുഴങ്ങും, ഇങ്ങനെ അറിയിക്കാൻ, ജനങ്ങളെ അറിയിക്കാൻ. ഇങ്ങനെ നമ്മുടെ ഇടവകയിലുള്ള നമ്മുടെ കൂട്ടായ്മയിലുള്ള ഒരാളും മരിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവായിട്ട് ഈ മരിച്ച ആളുടെ വീട്ടുകാരിന്ന് പള്ളിയിൽ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വിളിച്ച് അതിന്റെ കപ്പിയാര്, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥലത്ത് മണിയടിക്കുന്നതിന്റെ വേറൊരു പേര് മെൽജി എന്ന് പറയും. അങ്ങനെയുള്ള ആളോട് പറയും ഇങ്ങനെ ഒരാൾ മരിച്ചിട്ടുണ്ട്, പോയി മണിയടിക്കാൻ പറയും. അപ്പൊ മണിയടിക്കും, ഇടവിട്ട് മണിയടിക്കും. ആ മണിയടിക്കുമ്പോൾ ഒരു മണി ആദ്യം അടിക്കും, പിന്നെ 2 മണി കൂട്ടായി പെട്ടെന്ന് പെട്ടെന്നടിക്കും. അപ്പൊ ഒന്നടിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ്, ഒന്നടിച്ച് 1-2 സെക്കൻഡ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് 2 ഒരുമിച്ചടിക്കും. ഇങ്ങനെ ഇടവിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാധാരണ വിശ്വാസം ധരിച്ചു വന്ന. എന്നാൽ ഒരു മെത്രാൻ മരിച്ചാല് അതിന് വ്യത്യാസം. മാർപ്പാപ്പ മരിച്ചാലോ പിന്നെയും വ്യത്യാസം. അപ്പൊ മണി അടിക്കുന്നതിന്റെ രീതിയിൽ നിന്ന് ആളുകൾക്കറിയാം ഏതോ ഒരു മെത്രാൻ മരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അല്ലെങ്കിൽ മാർപ്പാപ്പ മരിച്ചാൽ പ്രത്യേകിച്ചല്ലേ അറിയും. അപ്പൊ അങ്ങനെ മാർപ്പാപ്പ മരിച്ചാൽ ഇങ്ങനെ മണി അടിച്ചല്ലേ അറിയിക്കുകയും എന്തിനു വേണ്ടിയാ? പ്രാർത്ഥിക്കാൻ. ആ മരിച്ച ആളുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പൊ മാർപ്പാപ്പ മരിച്ചാലും ലോകമെമ്പാടും മണിയടിച്ച് മാർപ്പാപ്പയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ആഹ്വാനം അതുവഴി നടത്തുകയും, അതുമാത്രമല്ല പള്ളികളിലെല്ലാം, കത്തോലിക്ക പള്ളികളിലെല്ലാം മാർപ്പാപ്പയുടെ ആത്മശാന്തിക്ക് വേണ്ടി കുർബാന അർപ്പിക്കുകയും, അതുപോലെ മാർപ്പാപ്പയുടെ കബറടക്ക് ആ ശവമടക്ക് ശുശ്രൂഷയിൽ തന്നെയും മാർപ്പാപ്പയുടെ ആത്മശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെയാണ് നടത്തുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ അവിടെ പറയുന്നത് അതിന്റെ അർത്ഥം ഇവിടെ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കെ തന്നെ വിശുദ്ധനാണെന്ന് ആളുകൾ ധരിച്ചിരുന്ന, അല്ലെങ്കിൽ പരിശുദ്ധ പിതാവെന്ന് വിളിച്ചിരുന്ന, ഹോളി ഫാദർ എന്ന് വിളിച്ചിരുന്ന ആ വ്യക്തി, കത്തോലിക്ക സഭയുടെ പരമോന്നതനായ ഈ ലോകത്തിലെ ആ നേതാവ് മരിച്ചപ്പോൾ അദ്ദേഹം പോലും നേരെ സ്വർഗത്തിൽ പോയെന്ന് കത്തോലിക്ക സഭ വിശ്വസിക്കുന്നില്ല. കത്തോലിക്ക സഭയ്ക്ക് ഉറപ്പില്ല. അതുകൊണ്ടാണ് ഈ കത്തോലിക്ക സഭ ഇങ്ങനെ മാർപ്പാപ്പയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കുകയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ഇങ്ങനെ മണിയെടുത്ത് നിർദ്ദേശം കൊടുക്കുന്നതും ഇതെല്ലാം പ്രാർത്ഥനകൾ ചൊല്ലുന്നതും. എന്നാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൽ ഞാൻ ഇന്ന് ഈ നിമിഷത്തിൽ ഞാൻ മരിച്ചാൽ എൻ്റെ ആത്മാവ് നേരെ കർത്താവിന്റെ അടുത്ത് ചെല്ലും. എനിക്കൊരു ശുദ്ധീകരണ സ്ഥലത്തിലും പോകണ്ട, ഞാൻ നരകത്തിലും പോകില്ല, നേരെ ഞാൻ കർത്താവിന്റെ അടുത്ത് ചെല്ലും എന്നുള്ള ഉറപ്പാണ്. ഈ ലോകത്തിൽ മറ്റെന്തെനിക്ക് ലഭിക്കുമെന്ന് പറഞ്ഞാലും, എനിക്ക് എന്തെല്ലാം തരാമെന്ന് പറഞ്ഞാലും അതിനേക്കാളെല്ലാം ശ്രേഷ്ഠമായത് എനിക്ക് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ കിട്ടിയ ഈ ഉറപ്പാണ്. ഇത് ഞാൻ പറഞ്ഞു തീർന്നില്ല. ഭയങ്കര ബഹളം കേട്ടിട്ട് ഞാൻ ഈ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴേ ആളുകൾക്ക്, കത്തോലിക്കർക്ക് ഞാൻ പോകുന്ന എങ്ങോട്ടാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ബഹളം തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു അവിടെ വോളിബോൾ മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറൊരു കളിയല്ല, അതൊരു ടൂർണമെന്റാണ്. വോളിബോൾ ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന അതിന്റെ അവിടെയുള്ള കളിയുടെ ആ വിജയത്തിന്റെ ആരവമാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ
ആ ആരവം അത് കൂടി കൂടി ഇങ്ങോട്ട് അടുത്തടുത്ത് വരുന്നതായിട്ട് കണ്ടു. പിന്നെ വന്നിട്ട് കാണുന്നത് കുറച്ച് പേര് ചാടിക്കയറി എൻ്റെ സ്റ്റേജിലേക്ക് വന്നു. അതിൽ ഒരാൾ എന്നെ മൈക്ക് കൊണ്ട്, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന മൈക്ക് കൊണ്ട് എന്നെ ഇരിച്ചു. മൈക്ക് മുമ്പോട്ട് എൻ്റെ താടിയിൽ പിന്നെ മൈക്ക് വന്ന് ഇരിച്ചു. പിന്നെ പെട്ടെന്ന് ലൈറ്റ് അങ്ങ് ഓഫായി. ആരോ അതിന് സ്വിച്ച് പോയി. അപ്പൊ എന്നിട്ട് പിന്നെ എന്റെ കൂടെ ബാക്കി ഇരുന്ന ദേവാത്മാർക്ക് എന്നെ പെട്ടെന്ന് സ്റ്റേജിൽ നിന്ന് പുറത്തു ഇറക്കിയപ്പോൾ ഞാനിവിടെ നിന്ന സ്ഥലം അതൊരു പിന്നെ ആ മൈക്കിന്റെ സ്റ്റാൻഡ്, പിന്നെ ലൗഡ് സ്പീക്കർ വെച്ചിരിക്കുന്ന ആ സ്റ്റാൻഡിന്റെ അടുത്താണ് നിന്നത്. ആ സ്റ്റാൻഡ് ആരോ എന്റെ പുറത്തു കൂടെ ഉന്തിയിട്ടു. അത് ഇതൊന്നും വലിയ ഹാമായിട്ട് ഒരു ഇതായിട്ട്, പക്ഷെ എനിക്ക് പേടിയുണ്ടായിട്ട് പിന്നെ അവിടെ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ എന്റെ കൂടെയുള്ള ദേവദാസന്മാരെ വാരിയൊക്കെ ചവിട്ടുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടു. പിന്നെ വിശ്വാസികളെല്ലാം കുറച്ച് വിശ്വാസികളിലേ ഉള്ളൂ. പാവപ്പെട്ട കുറെ 5-6 സഹോദരിമാരും ഒരു കുറെ 5-6 കുറെ 8-10 ദേവദാസന്മാരും അല്ലെങ്കിൽ വിശ്വാസികളേ ഉള്ളൂ. അവരെല്ലാം കൂടെ പിന്നെ പേടിച്ചു പോയി. എന്നിട്ട് എന്നെയും പിടിച്ചുകൊണ്ട് അവർ ഓടി പിന്നെ കാർ. ഇവർക്കറിയാമായിരുന്നു ഇവിടെ പ്രശ്നം ഉണ്ടാകുമെന്ന്. കാരണം ഇതിന് 3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇതുപോലെ ഒരു കൺവെൻഷൻ അവർ നടത്തിയപ്പോൾ ഇവിടെ ഇതുവരെ പ്രശ്നം ഉണ്ടായി. അതിനുശേഷം അവിടെ അങ്ങോട്ട് ആരും കടന്നു ചെല്ലാൻ പറ്റാതെ വണ്ണം അവിടെ അവർ നിരോധിച്ചിരുന്നു. ആ സ്ഥലത്താണ് വീണ്ടും ഈ കൺവെൻഷൻ. ഈ ബൈബിൾ കോളേജിന്റെ ഇനോഗ്രേഷൻ എന്നുള്ള പേരിൽ അവിടെ കൊണ്ടുപോയി ഇത് വയ്ക്കുകയും അതിന്റെ ഒരു കത്തോലിക്ക പുരോഹിതനായി ഇരുന്ന എന്നെ വിളിച്ച് അവിടെ എന്നോടൊന്നും അവർ നേരത്തെ പറഞ്ഞിട്ടില്ല സംഘാടകര്. പിന്നെ എന്നിട്ട് അവിടെ കൊണ്ടുപോയി ഈ മീറ്റിംഗ് വയ്ക്കുകയും ചെയ്തത്. അങ്ങനെ പിന്നെ വലിച്ചുകൊണ്ട് അതുകൊണ്ട് അവർക്കറിയാമായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് കാർ അവരങ്ങ് ദൂരെ മാറ്റിയിട്ടിരുന്ന ഒരു സ്ഥലത്ത്. അതുകൊണ്ട് ഇവർ വലിച്ചുകൊണ്ട് എന്നെ പോയി ഉടനെ കാറിൽ കയറിയിട്ട് എന്നെ ഡ്രൈവർ സീറ്റിന്റെ പിന്നെ അവിടെ അല്ല ഇരുത്തിയത്, എന്നെ ബാക്കിലിരുത്തിയിട്ട് എന്റെ അപ്പുറം ഇപ്പുറവും 2 പേരിരുന്നു. പക്ഷെ എന്നിട്ട് പിന്നെ അതുവരെ ആൾക്കാരും ഈ പ്രതിഷേധിക്കുന്ന ആൾക്കാരും അവര് ഓടി ഞങ്ങളുടെ പുറകെ വന്നു. എന്നിട്ട് അവര് ആഞ്ഞടിച്ചു. പക്ഷെ അടിച്ചത് എന്നെ ആണ് ഉദ്ദേശിച്ച് അടിച്ചത്. പക്ഷെ എനിക്കല്ല അടി കൊണ്ടത്, എന്റെ അടുത്തിരുന്ന ദേവാസനാണ് അത് പിന്നെ അടി കൊണ്ടത്. എന്തായാലും ഞങ്ങൾ അങ്ങനെ ജീവനും കൊണ്ട് അവിടുന്ന് ഓടേണ്ടി വന്നു. ഇതാണ് എൻ്റെ ആദ്യത്തെ കർത്താവിന് വേണ്ടിയുള്ള ചെറിയ ഒരു ടെസ്റ്റ്, പിന്നെ സാമ്പിൾ ആയിട്ടുള്ള വെടിക്കെട്ട്. സാമ്പിൾ വെടിക്കെട്ട് എന്ന് പറയുന്നത് പോലെ രക്ഷയിടാനുള്ളതിലേക്ക് വന്നതിന്റെ ആ 1 വർഷം തികയുന്ന. അപ്പൊ ഈ രസമല്ല. ഞാൻ എന്നിട്ട് ഞാൻ കൺവെൻഷൻ കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നു. ഞാൻ എറണാകുളത്ത് വന്നിട്ട് ഞാൻ ഞങ്ങളുടെ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ വിശ്വാസത്തിൽ വന്നിട്ട് എത്ര വർഷമായി? അപ്പൊ പാസ്റ്റർ പറഞ്ഞു, ഞാൻ ഇത്ര വർഷമായി. പാസ്റ്റർ വിശ്വാസത്തിൽ വന്നതിന്റെ പേരിൽ ഒരു ചെറിയ അടിയെങ്കിലും എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ? പാസ്റ്റർ പറഞ്ഞു ഇല്ല. ഞാൻ പറഞ്ഞു, ഞാൻ കൈയടിച്ചേക്കും, പ്രൈസ് ലോർഡ്, എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടായി, എനിക്കൊരു അടി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ സാക്ഷ്യം അവിടെ വിവരിക്കായിരുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഇതാ ഒന്നല്ല, എനിക്ക് കണ്ണൂരിൽ വെച്ചും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി. പിന്നെ അങ്ങനെ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനായിട്ട് ആ നിലയിൽ ചെറിയ തോതിൽ സാക്ഷ്യം വഹിക്കാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പോയി എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയണമെന്നോ അങ്ങനെ അടി ചോദിച്ചു വാങ്ങണമെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ദൈവം അതിന് എന്നെ ഒരുക്കി എടുക്കുക. ഇപ്പോഴും ഒരിക്കലും തീർന്നിട്ടില്ല. പിന്നെ അതിങ്ങനെ ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. അപ്പോ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, എന്നോട് യോഹന്നാൻ സ്നാപകനെ പോലെ കർത്താവിന്റെ വരവിന് വഴിയൊരുക്കാൻ. യോഹന്നാൻ സ്നാപകൻ കർത്താവിന്റെ 1ാമത്തെ വരവിന് വഴിയൊരുക്കുവാനാണ് വന്നുവെങ്കിൽ കർത്താവിന്റെ 2ാമത്തെ വരവിന് വഴിയൊരുക്കുവാൻ ഞാൻ ഇറങ്ങി പുറപ്പെടണം എന്നുള്ളതായിരുന്നല്ലോ. അപ്പൊ എനിക്കറിയാമായിരുന്നു കത്തോലിക്ക പുരോഹിതനായിരിക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് സ്നാപകനെ കുറിച്ചും സ്നാപകനാന്റെ പ്രസംഗങ്ങളെ കുറിച്ചും ഒക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാമായിരുന്നു
സ്നാപയോഗ്യനാൻ വന്നത് അവൻ പിന്നെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം. അതുകൊണ്ട് ഞാൻ ഓർത്തു, എന്റെ ശുശ്രൂഷ ഇതാണല്ലോ, മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞ യോഹന്നാൻ സ്നാപകനെ പോലെ തെരുവിൽ നിന്ന് കർത്താവിന് വേണ്ടി കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ആളുകൾ, ജനങ്ങളെ ഒരുക്കാനാണ് കർത്താവിനെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു മിനിസ്ട്രി ഫോം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഇത് ഞാൻ സ്നാനപ്പെട്ടത് 1993 ഫെബ്രുവരി മാസം 27 എന്നാൽ ഞാൻ ഈ മിനിസ്ട്രി ഫോം ചെയ്യുന്നത് 1995 തന്നെ ഞാൻ ഇതിന്റെ ആശയങ്ങൾ കർത്താവ് ഇങ്ങനെ തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡിവൈൻ കമ്മ്യൂണിക്കേഷൻ മൾട്ടിമീഡിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മിനിസ്ട്രി ഞാൻ ഫോം ചെയ്തു. രജിസ്റ്റർ ചെയ്തതൊക്കെ 2000. എന്നാൽ ഡിവൈൻ കമ്മ്യൂണിക്കേഷൻ മൾട്ടിമീഡിയ നെറ്റ്വർക്ക് ഇന്നാണ് സോഷ്യൽ മീഡിയ പ്രചാരത്തിലായത്. ഈ മാധ്യമങ്ങളുടെ അതിപ്രസരം ഉണ്ടായതൊക്കെ ഇപ്പോഴാണ്, അന്ന് ഇതില്ല. പക്ഷെ ഞാൻ 1979 മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ പഠിച്ചതാണ്. ഒരു വർഷം തറവായിട്ട് ഇന്റൻസീവ് ട്രെയിനിങ് ആയിട്ട് ഒരു ഡിപ്ലോമ കോഴ്സ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ഇന്റൻസീവ് റെസിഡൻഷ്യൽ പ്രോഗ്രാം ഞാൻ സെക്കൻഡറാബാദ് മാസ് മീഡിയ ഹൈദരാബാദ് സെക്കൻഡറാബാദിലെ റീജിയണൽ കമ്മ്യൂണിക്കേഷൻ സെന്റർ, ആന്ധ്രയിലെ റീജിയണൽ കമ്മ്യൂണിക്കേഷൻ സെന്റർ ആയിരുന്ന അമൃതവാണിയിൽ നിന്ന് ഞാൻ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ പഠിച്ചു. അവിടെ നാടൻ കലകള്, നാടകം, റേഡിയോ, ടെലിവിഷൻ, സിനിമ, ഇങ്ങനെയുള്ള മാധ്യമങ്ങളെ കുറിച്ച്, ജേർണലിസം, ഇതിങ്ങനെയുള്ള മാധ്യമങ്ങളെ കുറിച്ചുള്ള വിശദമായ ആഴമായ പഠനമായിരുന്നു അവിടെ നടത്തിയിരുന്നത്. അതുകൊണ്ട് കർത്താവിനെ വിളിച്ചിരിക്കുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി വഴിയൊരുക്കാനല്ലേ. അതിനുവേണ്ടി മോശയെ പോലെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ മോശെ മിസ്രൈമിലെ സകല വിദ്യകളും അഭ്യസിച്ചിരുന്നു. അപ്പൊ കർത്താവ് എന്നെ ഇവിടെ സകല വിദ്യകളും മാസ് മീഡിയയെ കുറിച്ച് മാസ് മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയ അല്ല, ഒരു മീഡിയം അല്ല, ഇവിടെ ഇപ്പം എല്ലായിടത്തും മീഡിയ എന്ന ആളുകൾ തെറ്റായിട്ട്, മാധ്യമപ്രവർത്തകർ പോലും തെറ്റായിട്ട് ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മീഡിയ എന്നുള്ളത് പ്ലൂറല, മീഡിയം ആണ് സിംഗിൾ. അപ്പൊ ഒരു മീഡിയം, പത്രത്തെ കുറിച്ച് മാത്രം പറഞ്ഞാൽ ഒരു മീഡിയമാണ്, ഒരു മീഡിയ അല്ല. റേഡിയോയെ കുറിച്ച് പറഞ്ഞാൽ അതൊരു മീഡിയമാണ്, അത് മീഡിയ അല്ല. എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് മീഡിയ ആകുന്നത്, അല്ലെങ്കിൽ ഒന്നിലധികം വരുമ്പോഴാണ് മീഡിയ ആകുന്നത്. അതുപോലെ അപ്പൊ ഞാൻ എന്റെ മിനിസ്ട്രി, അപ്പൊ കർത്താവിന്റെ സുവിശേഷം അറിയിക്കുക, കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയുള്ള വഴിയൊരുക്കുക, അതിനുള്ള സന്ദേശം എന്തായിരുന്നു? സന്ദേശം യോഹന്നാൻ വിളിച്ചു പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അവിടെ നിങ്ങൾ മാനസാന്തരപ്പെടാതെ ദൈവരാജ്യത്തിലേക്ക് കടക്കാൻ പറ്റില്ല. മാനസാന്തരപ്പെടണം. മാനസാന്തരത്തിനുള്ള ആഹ്വാനമായിരുന്നു. മാനസാന്തരത്തിനുള്ള ആഹ്വാനം കർത്താവിന്റെ വരവിനുള്ള ഒരുക്കമായിട്ടാണ്. കർത്താവിനെ വരാൻ പോകുന്നു, അവൻ വന്ന അവൻ ചെയ്യാൻ പോകുന്ന ശുശ്രൂഷയെ കുറിച്ചൊക്കെയുള്ള ആ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ പ്രസംഗത്തിലൂടെ പിന്നെ പറയുന്നുണ്ട്. അപ്പൊ അതേ യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ട്. അപ്പൊ യോഹന്നാൻ സ്നാപകൻ വന്നപ്പോഴും വിളിച്ചു പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ. കർത്താവായ യേശുക്രിസ്തുവും ഈ ഭൂമിയിൽ വന്നിട്ട് തന്റെ പ്രസംഗം തുടങ്ങുന്നത് ഇതേ കാര്യം പറഞ്ഞിട്ടാണ്, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കർത്താവിന്റെ ശിഷ്യന്മാരെ ഈ രണ്ടുപേരായിട്ട് സുവിശേഷം അറിയിക്കാൻ അയച്ചിട്ടും അവരോടും പറഞ്ഞത് ഇത് തന്നെയാണ്, അവര് പോയി പ്രസംഗിച്ചത് ഇത് തന്നെയാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് ഇപ്പോൾ നമ്മളോടും ദൈവത്തിന്റെ ആത്മാവ് ആഹ്വാനം ചെയ്യുന്നത് ഇത് തന്നെയാണ്, മാനസാന്തരപ്പെടുവീൻ, കർത്താവിന്റെ വരവടുത്തിരിക്കുന്നു.
ഇപ്പോൾ ഈ കൊറോണയുടെയും ഈ COVID-19 അതിൻ്റെയൊക്കെ അത് ലോകം മുഴുവൻ ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത നിലയിൽ ലോകം മുഴുവൻ ഒരു ഷട്ട് ഡൗണിലേക്ക് വന്നു. ലോകം മുഴുവൻ എമർജൻസിയിലേക്ക് വന്നു. ലോകം മുഴുവൻ അടച്ചിട്ട, ലോകം മുഴുവൻ ചലനമറ്റ നിലയില്ല. പ്ലെയിനുകളെല്ലാം നിന്നു, സകലം നിന്നു, വാഹനങ്ങളുടെ ഓട്ടം നിന്നു, വീടുകളിൽ നിന്ന് പോലും പുറത്തിറങ്ങാത്ത അവസ്ഥകൾ വന്നു. എല്ലാം അടച്ച, സ്കൂളുകളും കോളേജുകളും അടച്ചിട്ട, പള്ളികളും ദേവാലയങ്ങളും പോലും എല്ലാം അടച്ചിട്ട അനുഭവം ലോകത്തിൽ ഒരിക്കലും ഇതുവരെ ഉണ്ടാകാത്ത അനുഭവത്തിലൂടെ നമ്മളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിൽ കർത്താവിന്റെ വരവെടുത്തു എന്ന ഉച്ചത്തിൽ നമ്മൾ പ്രഘോഷിക്കേണ്ട, വിളിച്ചു പറയേണ്ട സമയമാണ്. അങ്ങനെയൊക്കെ വരവെടുത്തു എന്ന് വിളിച്ചു പറയുന്നത് എന്തിനാ? മാനസാന്തരപ്പെടുകയും. ഇന്ന് കർത്താവിന്റെ വരവെടുത്തു എന്ന് എല്ലാവരും പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ മാനസാന്തരപ്പെടാനായി എത്ര പേരാ പ്രസംഗിക്കുന്നത്? പാപബോധം വരുത്തുന്ന എത്ര പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്? പാപബോധം വരുത്തി ജനം അനുതാപ കണ്ണുനീരൊഴുക്കുന്ന ആ പ്രസംഗങ്ങൾ നമ്മൾ എവിടെയാ കേൾക്കുന്നത്? ഇപ്പൊ എല്ലാവർക്കും ഉണർവ് പ്രസംഗമാണ് വേണ്ടത്. ഉണർത്തുന്ന പ്രസംഗം. എന്തിന്റെ ഉണർവ്? ഉണർവ് എവിടെയാ ആരംഭിക്കുന്നത്? ഉണർവ് ആരംഭിക്കുന്നത് കണ്ണീരില്ല. ഉണർവ് ആരംഭിക്കുന്നത് കരച്ചിലില്ല. ഉണർവ് ആരംഭിക്കുന്നത് പാപബോധമുണ്ടായിട്ട് പാപത്തെ ഓർത്ത് നിലവിളിച്ച് കരഞ്ഞ് ദൈവത്തോട് മാപ്പിരക്കുന്നതില്ല. അതെവിടെയാണ് നടക്കുന്നത്? ആ പ്രസംഗം എത്ര പേരാ കേൾക്കുന്നത്? ആ പ്രസംഗം എത്ര പേരാ പ്രസംഗിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. അപ്പൊ എനിക്കിപ്പോ കുറ്റബോധം തോന്നുക. കാരണം ഞാനിത് ചെയ്യുന്നുണ്ടോ? ഞാൻ ഇതുവരെ അങ്ങനെ പ്രസംഗിച്ചോ? അങ്ങനെയാണോ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ പ്രസംഗം അങ്ങനെയാണോ? ഞാൻ ദൈവത്തിന്റെ മുമ്പില് ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുകയും എന്നെ തന്നെ തിരുത്താൻ ആഗ്രഹിക്കുകയും ഞാനിപ്പോഴും ഒരുങ്ങുകയുമാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പാപബോധമാണ്. അപ്പൊ പക്ഷെ ദൈവമക്കളായ നമുക്ക് ഉള്ള ഒരു ചിന്ത, ധാരണ നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മളെല്ലാം വിശുദ്ധന്മാരാണ്. മാനസാന്തരം ആവശ്യമുള്ളത് പാപികൾക്കല്ലേ? നമ്മൾ പാപികളല്ലല്ലോ. മറ്റുള്ളവരൊക്കെ ആ പാപികൾ. അതുകൊണ്ടാണ് അവര് ഇപ്പോഴും ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് വിളിച്ചപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, ഞങ്ങൾ ഇപ്പോഴും പാപികളാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്താ വിശുദ്ധന്മാരോടും മാതാവിനോടും ഒക്കെ വിളിച്ചപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അവരൊക്കെയാണ് പാപികള്. നമ്മൾ വിശുദ്ധന്മാരാ, നമ്മൾ വിശുദ്ധകളാണ്. കാരണം കർത്താവിന് ജനിച്ചവൻ പുതിയ സൃഷ്ടി. അവന് പുതിയ സൃഷ്ടിയല്ലേ? അവന് പിന്നെ പാവമില്ലല്ലോ, പാവം ചെയ്യുന്നില്ലല്ലോ. അവൻ പാവം ചെയ്യുന്നില്ല. പാവം ചെയ്യാൻ അവന് കഴിയുകയില്ല എന്നാണല്ലോ വചന. അപ്പൊ അങ്ങനെ ഉള്ള ആ ഒരു ടീച്ചിങ് നമുക്ക് ഉള്ളത് കൊണ്ട് പാപം എന്താണെന്നോ പാപബോധം എന്താണെന്നോ പാപത്തെക്കുറിച്ച് അനുദപിക്കേണ്ടത് എങ്ങനെയാണെന്നോ അല്ലാതെ കണ്ണുനീരൊഴിക്കേണ്ടത് എങ്ങനെയാണെന്നോ നമുക്കറിയില്ല. ഒരുപക്ഷെ അങ്ങനെ അനുതാപത്തോടുകൂടി അനുതാപ ക്രിയകൾ ചെയ്യുന്നവർ നമ്മൾ കളിയാക്കുകയും ചെയ്യും. അവർ കുരിശും വഹിച്ചുകൊണ്ട് മല കയറാൻ പോകുന്നു. അവർ മരക്കുരിശും എടുത്തുകൊണ്ട് ചാറിട്ട റോഡിലൂടെ നടക്കുന്നു. അവർ പദയാത്ര നടത്തുന്നു. അവരുടെ പാപമോചനത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കും. പക്ഷേ അവിടെ അവർക്ക് എന്തായാലും ഭയമുണ്ട് ദൈവത്തെ. അതുകൊണ്ട് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് പാപമോചനം ലഭിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. അതിനെ എൻഡോഴ്സ് ചെയ്യുകയല്ല ഞാൻ ചെയ്യുന്നത്. അതിലൂടെ പാപമോചനം അവർക്ക് ലഭിക്കുമെന്നോ അതാണ് അതിന്റെ മാർഗമെന്നോ എന്നല്ല ഞാൻ പറയുന്നത്. കൃപയാൽ നമ്മുടെ പ്രവൃത്തികളൊന്നും കൊണ്ടല്ല.
അവന്റെ കൃപയാൽ സൗജന്യമായി നമ്മൾ നീതീകരിച്ചത് കൊണ്ട്, നമുക്ക് സൗജന്യമായി നമ്മളെ രക്ഷിച്ചെടുത്തത് കൊണ്ടാണ് നമുക്ക് രക്ഷ ലഭിച്ചത്. നമ്മുടെ പാവമോചനം അവന്റെ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ നമ്മളെ സൗജന്യമായി അവൻ നീതീകരിച്ചു. നമ്മൾ ഇതുവരെ പാപം ചെയ്യാത്തവരെ പോലെ അവൻ ആക്കി തീർക്കും. നമ്മളുടെ പാവം എത്ര കടിച്ചുവപ്പായിരുന്നാലും ഹിമം പോലെ മാറ്റാമെന്ന് പറഞ്ഞത് സൗജന്യമായി അവനിൽ വിശ്വസിച്ച് അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗം നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമാണെന്ന് വിശ്വസിച്ച് അവരെ കർത്താവെന്ന് വാവുകൊണ്ടേറ്റ് പറഞ്ഞ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന ഒരുവൻ സൗജന്യമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നു. നമ്മുടെ ഒരു പുണ്യപ്രവൃത്തിയും ഒരു നേർച്ച പ്രവൃത്തികളും ഒരു തീർത്ഥാടനവും ഒരു കുരിശു ചുമക്കലും ഒരു കുരിശുമല കയറ്റവും ഒന്നും കൊണ്ടല്ല. അത് അടിവരയിട്ട് പറയുമ്പോ തന്നെ ഒപ്പം ഞാൻ പറയുകയാണ്, രക്ഷിക്കപ്പെട്ട നാം, സൗജന്യമായി രക്ഷിക്കപ്പെട്ട നാം, അവന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട നാം ആരെയും കളിയാക്കരുത്, ആരെയും കളിയാക്കരുത്. എന്നാൽ സൗജന്യമായി നമുക്ക് ലഭിച്ച രക്ഷയുടെ മാർഗം നമുക്ക് കാണിച്ചു കൊടുക്കുക. സഹോദരങ്ങളെ, അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് പാവമോചനം ലഭിക്കുന്നില്ല. പാവമോചനം കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗത്തിലൂടെ നമ്മളുടെ ഈ യാഗപ്രവൃത്തികള്, ഈ നേർച്ച പ്രവൃത്തികള്, ഈ ഉരുള് നേർച്ചയും അങ്ങനെയുള്ള ഉരുണ്ടത് കൊണ്ടോ അല്ലെങ്കിൽ ചാരം നെറ്റിയില കുരിശായിട്ട് അണിഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ ചാരം വാരി തലയിലിട്ടത് കൊണ്ടോ ചാക്ക് തോന്നി കൊടുത്തത് കൊണ്ടോ ഒന്നുമല്ല. സൗജന്യമായി ലഭിക്കുന്ന ആ മാർഗത്തെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അവരെ കളിയാക്കിയിട്ടല്ല, അവരോട് എളിമയോട് താഴ്മയോട് സൗജന്യമായി നമുക്ക് ലഭിച്ചത് കൊണ്ട് നമുക്ക് വെളിമപ്പെട്ട് ഈ മാർഗം നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ളവരാണ് നമ്മൾ. കളിയാക്കേണ്ടവരല്ല. എത്രയോ പേര്, എത്രയോ ദേവദാസന്മാർ ഈ കൺവെൻഷൻ സ്റ്റേജുകളിൽ പ്രസംഗിക്കാനായിട്ട് തന്നെ വിളിച്ചവരെ, പ്രത്യേകിച്ച് കത്തോലിക്ക യാക്കോബക്കാരുമുള്ള ആ ഏരിയകളിൽ ഉള്ള കൺവെൻഷനിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ശരിക്കങ്ങ് താങ്ങിക്കോന്ന്, ശരിക്കങ്ങ് കൊടുത്തോന്ന്. എന്ത് കഷ്ടമാണ്. നമ്മൾ ആരെയും കളിയാക്കരുത്, ആരെയും പരിഹസിക്കരുത്. ഇടത് കൈ വലത് കൈ ചെയ്യുന്ന എന്താണെന്ന് അറിയാത്ത നിനേവ നിവാസികളെ കുറിച്ച് ദൈവത്തിന് കരുണ തോന്നി, ദൈവത്തിന് മനസ്സലിവ് തോന്നി. നമ്മൾ യോനായെ പോലെയാണ്. നമുക്ക് നമ്മൾ യോനാ പ്രവാചകന്റെ സ്ഥാനത്ത് നമ്മൾ നിൽക്കുന്നേ. അതിന് നമ്മള് അവിടെ നീ ഉണക്കിക്കളഞ്ഞു വെയിൽ കൊണ്ട് ഞാൻ പോയി എന്ത് ആ ഒരു ദിവസം കൊണ്ട് അത് മുളച്ചു വന്നു, അതുപോലെ നല്ല നെല്ല് തരാനായിട്ട് ഉള്ളത് വല്ല കാര്യമുണ്ടോ? ആ പാവം ആവണൊക്കെ ഇങ്ങനെ ഉണക്കിക്കളയാൻ ചെയ്യും പറഞ്ഞു. നീയാണോ അതിനെ നട്ടു വളർത്തിയത്? അല്ലല്ലോ. ഈ ജനം, ഈ നിലവ നിവാസികള് അവരവരുടെ പാവത്തെക്കുറിച്ച് ബോധം വന്നപ്പോൾ അവർ രക്ഷെടുത്ത് ചാരത്തിലിരുന്ന് അവർ നിലവിളിച്ചു. അവരുടെ പാപമോചനത്തിന് വേണ്ടി അവർ നിലവിളിച്ചു. അവരോട് എനിക്ക് മനസ്സലിവില്ലാതിരിക്കുമോ? നിരക്ക് ആവണക്കുര ഉണങ്ങിയതാണ്, നിരക്കൊരു വിഷമം. ഈ ജനം, ഞാൻ സൃഷ്ടിച്ച ഈ ജനം, അവർ നശിച്ചു പോകുന്നത് എനിക്ക് എങ്ങനെ സഹിക്കാനാകും? അതുകൊണ്ട് അവരൊരു മാനസാന്തരപ്പെടാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ അയച്ചത്. അവരോട് ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വരും, അവർ നശിച്ചു പോകും. അതുകൊണ്ട് അവരതിന് ആ നാശത്തിൽ ചെന്ന് വിടാതിരിക്കാൻ നിങ്ങളുടെ പാവങ്ങളെ ഓർത്ത് അനുഭവിച്ച് ദൈവത്തോട് മാപ്പിരക്ക്. അത് മനസ്സിലാക്കിയ രാജാവ് മുതലേക്ക് താഴെക്കിടയിൽ ഉള്ള സകല മനുഷ്യരും അവരുടെ വീടുകളിലും അവർ വളർത്തുന്ന പക്ഷിമൃഗാദികളും ഉൾപ്പെടെ സകലരും, ദാസന്മാരും ദാസിമാരും രാജാവും പ്രഭുക്കന്മാരും സകലരും അവർ രക്ഷെടുത്ത ചാരത്തിലിരുന്ന് അവർ ഉപവസിച്ചു, നിലവിളിച്ചു, ദൈവത്തോട് മാപ്പിരച്ചു.
പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? യോനായെ പോലെയല്ല. യോനായെ പോലെയല്ല, ദൈവത്തിന്റെ മനസ്സിലുമാണ് നമ്മളുടെ വേണ്ടത്. നമ്മൾ അതുകൊണ്ട് ആരെയും കളിയാക്കരുത്. ആരെയും കളിയാക്കരുത്. അവർക്ക് ഇടത് കൈ വലത് കൈ തിരിച്ചറിയാൻ കഴിയാത്ത, അവർക്ക് പാപം എന്താണെന്നോ, നിത്യരക്ഷ എന്താണെന്നോ, നിത്യജീവൻ എന്താണെന്നോ, അതിനുള്ള മാർഗം എന്താണെന്നോ, അതിനുള്ള ശരിയായ യഥാർത്ഥ മാർഗം എന്താണെന്നോ ഒന്നും വ്യക്തമായിട്ട് അറിയാത്തത് കൊണ്ട് ആ പല തെറ്റിദ്ധാരണ. അങ്ങനെയാണല്ലോ മതങ്ങൾ ഉണ്ടായത്. മതം എന്ന് പറഞ്ഞ അഭിപ്രായം. എന്തിന്റെ അഭിപ്രായം? എന്തിനെ കുറിച്ചുള്ള അഭിപ്രായം? ഈ നിത്യരക്ഷ പ്രാപിക്കേണ്ടതിനെ കുറിച്ചുള്ള അഭിപ്രായം, ആ സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള അഭിപ്രായം, ദൈവവുമായിട്ട് അലിഞ്ഞു ചേരാൻ, ദൈവത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാം മനുഷ്യരെന്നും ആ മനുഷ്യർ ദൈവത്തിലെത്താതെ അവർക്ക് സ്വസ്ഥതയില്ലെന്നും അറിയുന്ന ജനം അവിടെ എത്തിച്ചേരാനുള്ള പല മാർഗങ്ങളും നിർദ്ദേശിക്കുന്ന പലവിധ അഭിപ്രായങ്ങളാണ് മതങ്ങൾ. അറിയില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാനാണ് വഴി, ഞാനാണ് ജീവൻ, ഞാനാണ് സത്യം, ഞാനാണ് വഴിയും സത്യവും ജീവനും. ആ വഴിയും സത്യവും ജീവനുമായ കർത്താവിങ്കലേക്ക് ജനങ്ങളെ വിളിക്കുവാൻ, ആഹ്വാനം ചെയ്യുവാൻ, അവരുടെ പാപത്തെ ഓർത്ത് അനുദപിക്കുവാൻ, അവരുടെ പാപത്തിന്റെ ഗൗരവം എത്രയാണെന്ന് ഒന്ന് വെളിപ്പെടുത്തുവാൻ, പാപം എന്താണെന്ന് അവരോട് പറയുവാൻ. കാരണം ഇന്ന് പാപം എന്താണെന്ന് അറിയില്ല. ഈ രാജ്യത്ത്, നമ്മളെ ദൈവം കൊണ്ടുവന്നിരിക്കുന്ന ഈ രാജ്യത്ത് പാപം എന്താണെന്ന് അറിയില്ല. പാപം എന്നുള്ള വാക്ക് ഉച്ചരിക്കാൻ ദേവദാസന്മാർക്ക് പോലും ഭയം. വിരളമായിട്ട് അവർ പാപം എന്നുള്ള കാര്യം പറയുള്ളൂ. അവിടെ നമ്മൾ വീഴ്ചകൾ എന്ന് പറയുന്നത്. പാവം എന്ന് പറയാൻ വീഴ, ബലഹീനത, വീഴ്ച എന്നൊക്കെ നമ്മൾ പറയുന്നു. പാപം, അടിച്ചുവപ്പായ പാപം. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ദൈവമക്കള് പാപം ചെയ്യുന്നില്ല എന്ന. അതിന്റെ മൂലാർത്ഥം പാപത്തിൽ അവൻ വാസ്തവമായി രക്ഷിക്കപ്പെട്ട ഒരുവന് പാപത്തിൽ നിലനിൽക്കാൻ കഴിയുകയില്ല എന്ന. അതാണ് അതിന്റെ റൂട്ട് മീനിങ്. അവൻ പാപം ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറയുന്നതിന്റെ ആ റൂട്ട് മീനിങ്, അതിന്റെ മൂലാർത്ഥം അവന് പാപത്തിൽ തുടരാൻ കഴിയില്ല. കാരണം അവനിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് അവനെ കുറ്റം വിധിച്ച് അവന് അവന്റെ ചിന്ത എന്ന അവൻ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവനാണെങ്കിൽ അവനിലൊരു നിഴല് വെളിച്ചത്തിൽ, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവൻ വെളിച്ചത്തിലാണ് നടക്കുന്നത്. വെളിച്ചവുമായിട്ടുള്ളതാണ് നമുക്ക് കൂട്ടായ്മ, ഇരുളുമായിട്ടല്ല. അതുകൊണ്ട് ഇരുളിന്റെ ഒരു ലാഞ്ചന ചിന്തയിൽ പോലും ഉദിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വാണിംഗ് തരും. ആ വാണിംഗ് ലഭിക്കുന്ന നിമിഷം കർത്താവ് എന്നോട് ക്ഷമിക്കണത്, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി എന്ന് പറഞ്ഞ് ദൈവത്തോട് നിലവിളിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകുന്നു. പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആ പാപത്തിൽ തുടരാൻ കഴിയില്ല, ആ പാപത്തിൽ നിലനിൽക്കാൻ കഴിയില്ല. അതാണ് അവിടുത്തെ അതിന്റെ അർത്ഥം. പാപം ചെയ്യാൻ കഴിയില്ല എന്നല്ല, ചെയ്യാൻ കഴിയും. മനുഷ്യനാണ്, ജഡത്തിലാണ് നീ ജീവിക്കുന്നത്, നിനക്ക് പാപം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് പാപത്തിൽ നിലനിൽക്കാതിരിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പാപബോധം വരുത്തും. കുറ്റബോധമല്ല. കുറ്റബോധം ആർക്കും വരും, കുറ്റബോധം അതല്ല, പാപബോധം. കുറ്റബോധം വന്നാലും നമ്മൾ നിരാശ ഉണ്ടാകും. നിരാശ നമ്മളെ ആത്മഹത്യയിലേക്ക് നയിക്കും. അതിന്റെ അൾട്ടിമേറ്റ് ഇതിൽ പോയാൽ ഡിപ്രഷൻ വന്ന് അങ്ങനെ അങ്ങ് പോകും. എന്നാൽ ഇതല്ല, പാപബോധം വരുമ്പോൾ അത് ആ കണ്ണുനീര്, ആ കരച്ചില്, അത് ജീവനായിട്ടുള്ളതാണ്, അത് മരണത്തിനായിട്ടുള്ളതല്ല. ആ ജീവനായിട്ടുള്ള ആ നിത്യതയ്ക്ക് വേണ്ടി, പാപമോചനത്തിന് വേണ്ടിയുള്ള നിലവിളിയാണെന്ന് മുഴങ്ങേണ്ടത്. അല്ല ഉണർവ് പ്രാർത്ഥനയൊന്നുമല്ല, ഉണർവ് പ്രസംഗമല്ല ഇന്ന് വേണ്ടത്. ഇന്ന് വേണ്ടത് പാപമോചനത്തിന് വേണ്ടിയുള്ള നിലവിളിയാണ്, കരച്ചില്, കൂട്ടക്കരച്ചില്.
നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ അത് പ്രാർത്ഥനകൾ വിമർശിക്കുക ആണെന്ന് ചിന്തിക്കരുത്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ മാനസാന്തരത്തിന് വേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കുന്നു? ജനങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി, അവർക്ക് പാപബോധമുണ്ടാകുവാൻ എത്ര പേര് പ്രാർത്ഥിക്കുന്നു? കർത്താവിന്റെ വരവെടുത്തു. ഈ കൊറോണയും അതിൻ്റെതായ കാര്യങ്ങളും ഒക്കെ അവിടെ കിടപ്പുണ്ട്. അതെല്ലാം വരേണ്ടത് തന്നെയാ. അതിന് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതെല്ലാം സംഭവിക്കണം, സംഭവിച്ചേ മതിയാകൂ. കർത്താവ് വരണമെങ്കിൽ ഇതെല്ലാം സംഭവിക്കട്ടെ. കർത്താവിന്റെ വരവെടുത്തു. കർത്താവ് വേഗം വരണമേ എന്നല്ലേ നമ്മളെ ഓരോ പ്രാവശ്യവും ആരാധന കഴിയുമ്പോൾ സഭാ ഞായറാഴ്ച, പ്രത്യേകിച്ച് ഞായറാഴ്ച അവരോട് പ്രാർത്ഥനകൾ കഴിയുമ്പോൾ ആശീർവാദം പറഞ്ഞാൽ കർത്താവ് വരണമേ എന്ന് ദേവസ്വം പറഞ്ഞാൽ കർത്താവ് വേഗം വരണമേ എന്ന് നമ്മൾ പറയും. എവിടെ വേഗം വരാൻ? വേഗം വന്നാൽ ഈ പറയുന്ന എത്ര പേര് എടുക്കപ്പെടും? അതുകൊണ്ട് ഉണർവെന്ന് പറഞ്ഞാൽ കരുത്തലിന്റെ ഉണർവായിരിക്കണം. അല്ല ബഹളം വെച്ച് കൈയടിച്ച് പിന്നെ അതെല്ലാം സ്തോത്രം പറഞ്ഞു പോകുന്ന ഉണർവല്ല. കരുത്തലിന്റെ ഉണർവ്, നെടുവീർപ്പിന്റെ ഉണർവ്. എഴുത്തിൽ സ്തോത്രം. എനിക്ക് തന്ന സമയമായല്ലോ, നിർത്തേണ്ടി വരുന്നു. ഒരു കാര്യം ഞാൻ പറയട്ടെ. ഒരു വാക്യം പോലും ഞാനിത് വായിച്ചില്ല ബൈബിളിൽ നിന്ന്. അങ്ങനെ വന്നാൽ എന്ത് ബന്ധക്കോസിന്റെ പ്രസംഗം? ഈ അച്ഛൻ നേരത്തെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ദേവാസി പറഞ്ഞതുപോലെ ഫാദർ മാർസലിൻ മൊറൈ, ഇപ്പോഴും ഫാദർ എന്ന ചിലർക്ക് കിടക്കുന്നത്. അതായത് യൂട്യൂബിലൊക്കെ പണ്ട് ആരൊക്കെ ഇട്ടതിൻ്റെയാ. ഞാനിട്ടതൊന്നുമല്ല. യൂട്യൂബിൽ എനിക്ക് ഇടാൻ പോലും അറിയില്ലായിരുന്നു, ഒന്നും അറിയില്ല ആയിരുന്നു മുമ്പ്. അതുകൊണ്ട് ആരൊക്കെ പണ്ടിട്ടതാ ഫാദർ മാർസലിൻ മൊറൈസ് എന്ന്. പിന്നെ ഇപ്പോഴും പഴയ ആൾക്കാരൊക്കെ അല്ലെങ്കിൽ എന്നെ ഫാദർ എന്ന് വിളിക്കുന്നവരൊക്കെ ഉണ്ട്. ആ ഫാദർ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ പിതാവിന് കൊടുക്കുന്ന ഫാദർ ഒന്നും അല്ല അവിടെ അർത്ഥമാക്കുന്നത്. അതൊക്കെ വേറെ കാര്യം. അതൊക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല ഞാനിപ്പോൾ. എന്തായാലും ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഒരു വാക്യം പോലും ഞാൻ ബൈബിളിൽ നിന്ന് വായിച്ചില്ല. ബൈബിളിലെ വാക്യങ്ങൾ പലതും ഞാൻ പറഞ്ഞു. അത് എവിടെയാണ്, ഏത് വാക്യമാണ്, ഏത് പുസ്തകത്തിൽ നിന്ന് എത്രാമത്തെ അധ്യായമാണ്, എത്രാമത്തെ വാക്യമാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ പറയാത്ത പ്രസംഗങ്ങൾക്ക് പ്രസക്തിയില്ല. പെന്തക്കോസ്തില് പ്രസക്തിയില്ല. കാരണം വാക്യങ്ങളെങ്ങനെ ശ്വാസം വിടാതെ വാക്യങ്ങളെങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ കോർത്ത് ഇണവാക്യങ്ങൾ ചേർത്ത് വാക്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സ്തോത്രം പറഞ്ഞല്ല നമ്മൾ പോകും. ഒരു വാക്ക്, അതിന്റെ ഒരു വാക്യമെങ്കിലും ഉള്ളിൽ കയറിയിട്ട് അത് ക്രിയേറ്റ് ചെയ്ത് അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്ന് നമ്മൾ എത്ര പേര് കാണുന്നു? എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അടച്ചങ്ങ് ആക്ഷേപിക്കുകയാണെന്ന് ആരും ചിന്തിക്കല്ലേ. ഏറ്റെടുക്കുന്ന ദൈവമക്കളുണ്ട്, ദൈവഭക്തന്മാരുണ്ട്, ദൈവഭക്തകളുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു, പൊതുവിൽ ഈ പെന്തക്കോസ്ത് ഗോളത്തെ മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര പേരുണ്ട്? അതിന് നമ്മൾ ഊന്നൽ കൊടുക്കാത്തത് കൊണ്ടല്ലേ. നമ്മളതിന്റെ മാനസാന്തരത്തിന്റെ ഫലം കായ്പീൻ എന്നാണ് യോഹന്നാൻ സ്നാപകൻ. എന്റെ വചനത്തിലൊന്നും ഞാൻ വന്നിട്ടില്ല, വചനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്റെ കയ്യിൽ ഇഷ്ടംപോലെ ഇവിടെ വചനമുണ്ട്. ഞാൻ ഇന്ന് വചനം പറയാൻ തന്നെയാണ് വന്നത്. പക്ഷെ സാക്ഷ്യം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ സാക്ഷ്യത്തിൽ അങ്ങ് പോയി. പക്ഷെ സാക്ഷ്യം പറയുമ്പോൾ തന്നെയും ഞാൻ അതിലൂടെ വചനം പറയുന്നുണ്ടായിരുന്നു, അതിന്റെ വാക്യങ്ങൾ പറയുന്നുണ്ടായിരുന്നില്ല, അതിന്റെ അധ്യായം പറയുന്നുണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എന്റെ മുമ്പിലുണ്ട് ആ വാക്യങ്ങൾ. ദൈവം ചോദിച്ചാൽ നാളെ ആ വാക്യങ്ങൾ എടുക്കാം. കാരണം നാളെ രാവിലെ ദേവാസ് എനിക്ക് സമയം തന്നിട്ടുണ്ട് 6:15 മുതൽ 7 വരെ 45 മിനിറ്റ് സമയം. അവിടെ ആ വാക്യങ്ങൾ എന്നൊക്കെ എടുക്കാം. കാരണം നമ്മൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ടവരാണ്. ഇപ്പൊ അതാണ് സമയം. ഇപ്പൊ ഈ COVID-19 ഈ പ്രതിസന്ധികളെല്ലാം കർത്താവിന്റെ വരവിന്റെ സമയമാണെന്ന് എല്ലാവരും പറയുന്നത് കൊണ്ട് നമ്മൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ നമ്മൾ ഒരുങ്ങണം, മറ്റുള്ളവരെ ഒരുക്കണം. അതായിരിക്കണം നമ്മുടെ ഫോക്കസ് ഇനി അങ്ങോട്ട്. അല്ലാതെ അനുഗ്രഹങ്ങളുടെ പെരുമഴ പെയ്യണമെന്ന്, അനുഗ്രഹ വർഷം ചൊരിയണമെന്നും, നമുക്ക് പിന്നെയും കാറ് വേണമെന്നും, ഇപ്പൊ ഇരിക്കുന്ന വീട് പോരാ അതിനേക്കാൾ വലിയ വീട് വേണമെന്നും, ഇപ്പൊ ഇരിക്കുന്ന കാറ് പോരാ അതിനേക്കാൾ വലിയ കാറ് വേണമെന്നും, ഇപ്പൊ ഇരിക്കുന്ന സമ്പത്ത് പോരാ അതിനേക്കാൾ വലിയ സമ്പത്ത് വേണമെന്നും. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് വരാറായി, കർത്താവിങ് എത്താറായി. അവൻ വാതിക്കൽ വന്ന് മുട്ടുക. അപ്പോഴാണ് നമ്മൾ കാറും വീട് അന്വേഷിച്ച് നടക്കുന്നത്.
മാനസാന്തരപ്പെടാം. നമുക്ക് മാനസാന്തരപ്പെടാം. മറ്റുള്ളവരെ മാനസാന്തരത്തിലേക്ക് നയിക്കാനായിട്ട് മോറ വിളി കൂട്ടാം, ദൈവത്തോട് നിലവിളിക്കാം. കർത്താവേ, ജനത്തിന് മാനസാന്തരം, എനിക്കാദ്യം മാനസാന്തരം വേണം, ജനങ്ങൾക്ക് മാനസാന്തരം വേണം, ഞങ്ങൾക്ക് പാപബോധം തരണമെന്ന് കർത്താവേ എന്ന് നിലവിളിക്കാം. ഒക്കെ നിലവിളിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങയെ വാഴ്ത്തുന്നു. അവിടുത്തെ തിരുനാമത്തിന് മഹത്വം. ഞങ്ങളുടെ പ്രാർത്ഥനകളും കർത്താവേ, ഞങ്ങളുടെ വചന ശുശ്രൂഷകളും ഞങ്ങളുടെ ജീവിതവും കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ബന്ധപ്പാട് തിടുക്കത്തിൽ ഹല്ലേലൂയ. കർത്താവേ, പെസഹ ഭക്ഷിക്കുവാനായിട്ട് കാലിൽ ചെരുപ്പണിഞ്ഞും കൈകൾ വഴി പിടിച്ചും കൊണ്ട് തിടുക്കത്തിൽ ഭക്ഷിക്കണമെന്ന് കർത്താവ് പറഞ്ഞതുപോലെ കർത്താവേ, ഞങ്ങൾ കർത്താവിന്റെ വരവിന് വേണ്ടി ആ തിടുക്കത്തിൽ ഞങ്ങൾ ഇനി കർത്താവിന്റെ വരവിന് വേണ്ടി വഴിയൊരുക്കുവാൻ, കർത്താവിന്റെ വരവിന് വേണ്ടി ജനങ്ങളെ ഒരുക്കുവാൻ, അവരുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ ഞങ്ങൾ ഒരുങ്ങി, അവർ മറ്റുള്ളവരെ ഒരുക്കുവാൻ ഞങ്ങളൊക്കെ സഹായിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങൾക്ക് പാപബോധം തരണമേ. ഞങ്ങളുടെ കുറവുകൾ, ഞങ്ങളുടെ കുറ്റങ്ങൾ, ഞങ്ങളുടെ പോരായ്മകൾ, ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നതിനെ കുറിച്ചുള്ള ഞങ്ങളെ ബൈ ഒമിഷൻ, നോട്ട് ഓൺലി കമ്മീഷൻ ബട്ട് ഒമിഷൻ ഓഫ് അവർ ഗുഡ് വർക്ക്സ്. ഗുഡ് വർക്ക്സ് എന്ന് കർത്താവേ, സൽപ്രവൃത്തികൾ മാത്രമല്ല, ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നതുകൊണ്ട്, ഞങ്ങൾ പ്രസംഗിക്കേണ്ടത് പോലെ പ്രസംഗിക്കാതിരുന്നതുകൊണ്ട്, ഞങ്ങള് ഊന്നൽ കൊടുക്കേണ്ടത് ഊന്നൽ കൊടുക്കാതിരുന്നതുകൊണ്ട് ജനം അവർ കർത്താവ് ഇടയനില്ലാത്ത ആടുകളെ പോലെ ഈ അമേരിക്കയിൽ ഞങ്ങളെ കൊണ്ടുവന്നിട്ട് ഈ അമേരിക്ക ഭക്ഷണത്വത്തിൽ നടക്കുന്നു എന്ന് ഞങ്ങൾ പറയുകയും ഞങ്ങളത് കാണുകയും ചെയ്തിട്ട് അവിടെ ഞങ്ങൾക്ക് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി എത്ര പേർ കരുതി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എനിക്ക് പോലും അതിന് കഴിഞ്ഞിട്ടില്ല, എനിക്കും കഴിഞ്ഞിട്ടില്ല, എനിക്ക് പോലും എന്നല്ല, എനിക്ക് അതിന് ആവശ്യത്തിന് ഞാൻ നിലവിളിച്ച് കരഞ്ഞിട്ടില്ല. കർത്താവേ, ഞാൻ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു. എന്റെ ഈ വചനം കേട്ട സാക്ഷ്യം കേട്ട പ്രിയ മക്കളെ ഞാൻ സമർപ്പിക്കുന്നു. ഞങ്ങളൊരുക്കേണ്ടത് ഞങ്ങൾക്ക് യഥാർത്ഥ കർത്താവ് എർജൻസി ഹല്ലേലൂയ, ആ തിടുക്കത്തില് ഞങ്ങൾ കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാൻ, മാനസാന്തരപ്പെടാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്യുവാൻ, ഞങ്ങൾ മാനസാന്തരപ്പെടുവാൻ പ്രവർത്തിമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന നാമത്തിൽ തന്നെ.